26-ാം തീയതി മുതൽ മാർച്ച് മാസം 5-ാം തീയതി വരെ നൈഷ്ഠികമായ വൈദിക താന്ത്രിക കർമ്മങ്ങളോടും ക്ഷേത്ര അനുയോജ്യമായ കലാപരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടും സമുചിതം ആഘോഷിക്കുകയാണ്. മഹാദേവന്റെയും മഹാദേവിയുടെയും തിരുസന്നിധിയിൽ 8 ദിനങ്ങളായി നടത്തപ്പെടുന്ന ഈ മഹോത്സവ വേളയിൽ അമ്മയുടെയും ഭഗവാന്റെയും കരുണാകടാക്ഷങ്ങള് ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വർഷത്തെ ഉത്സവത്തോടനുബന്ധിച്ച് വളരെ ശില്പചാരിത ഭംഗിയോടും വളരെ മനോഹരമായി പണി തീർത്തിട്ടുള്ള ചുറ്റമ്പല ക്ഷേത്ര സമുച്ചയത്തിന്റെ സമർപ്പണം മാർച്ച് മാസം 5-ാം തീയതി ഭഗവതിയുടെ പിറന്നാൾ ദിനമായ പൂരം നാളിൽ നടത്തപ്പെടുകയാണ്. അന്നേ ദിവസം നടത്തപ്പെടുന്ന പരിപാടികളിൽ വളരെയധികം ഭക്തജന ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിന് അകത്തും പുറത്തുമുള്ള ധാരാളം സജ്ജനങ്ങൾ നൽകിയ സഹായ സഹകരണങ്ങൾ കൊണ്ട് ജാതിമത ഭേദമന്യേ സഹകരണങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ആലയത്തിന്റെ സമർപ്പണം ദേശീയ ഉത്സവമാക്കി മാറ്റുന്നതിന് ഈ നാട്ടിലെ ജനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നിവിടെ എത്തിച്ചേരുന്ന സജ്ജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും പൊങ്കാലയിടുന്നതിനും അതോടൊപ്പം തന്നെ സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനും അന്നേ ദിവസം അമ്മയുടെ പിറന്നാൾ ദിനമായ അന്നേ ദിവസം ഇവിടെ തയ്യാറാക്കിപ്പെട്ട പൊങ്കാല വഴിപാട് പൊങ്കാല സദ്യയില് പങ്കെടുക്കുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊങ്കാലയുടെ സമർപ്പണത്തോട് അനുബന്ധിച്ചും അതുപോലെ തന്നെ ചുറ്റമ്പല സമർപ്പണ പരിപാടിയോടനുബന്ധിച്ചും നമ്മൾ തയ്യാർ ചെയ്തിട്ടുള്ള പരിപാടികളിൽ ക്ഷേത്ര സമർപ്പണം അതുപോലെ തന്നെ പൊങ്കാലയുടെ ഉദ്ഘാടനം ഇതെല്ലാം നമ്മൾ വിശിഷ്ട അതിഥികളെ കൊണ്ട് നിർവഹിക്കാനാണ് നമ്മൾ തയ്യാർ ചെയ്തിട്ടുള്ളത്.
വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഉമയും മഹേശ്വരനും ഒന്നായി വിളങ്ങും ഈ തിരുസന്നിധിയിൽ, ഉമയും മഹേശ്വരനും ഒന്നായി വിളങ്ങും ഈ തിരുസന്നിധിയിൽ, ഭക്തജനങ്ങൾക്കാശ്രയമേകും പുണ്യമഹാക്ഷേത്രം, ഭക്തജനങ്ങൾക്കാശ്രയമേകും പുണ്യമഹാക്ഷേത്രം, ആനിക്കാടിൻ പുണ്യമഹാക്ഷേത്രം. ഉമയും മഹേശ്വരനും ഒന്നായി വിളങ്ങും ഈ തിരുസന്നിധിയിൽ. ആനിക്കാട് ദേശം കാക്കുന്നമ്മയ്ക്ക് പൂരം നാളല്ലോ, ആനിക്കാട് ദേശം കാക്കുന്നമ്മയ്ക്ക് പൂരം നാളല്ലോ, ഉത്സവാഘോഷങ്ങൾ ആചരിക്കും ദിനവും അന്നല്ലോ, സർവപ്രദായിനി അഭീഷ്ടവരദേ ശിവ ശിവ ശങ്കരിയേ, ഭക്തജനങ്ങളെ കാത്തരുളീടു അഗ്നിയക്ഷിയമ്മേ. പുണ്യനദിയാം മണിമല അമ്മയ്ക്ക് പാദപൂജ ചെയ്തിടും, പുണ്യനദിയാം മണിമല അമ്മയ്ക്ക് പാദപൂജ ചെയ്തിടും, പൂക്കളൊഴിയ കണിക്കൊന്ന അമ്മയ്ക്ക് പുഷ്പാഭിഷേകവുമായി, ആദിപരാശക്തി ശിവപെരുമാളെ സർവവരം തരണേ, ഹരഹര ശങ്കര കാത്തരുളേണേ അഗ്നിമഹാദേവാ. ഉമയും മഹേശ്വരനും ഒന്നായി വിളങ്ങും ഈ തിരുസന്നിധിയിൽ, ഉമയും മഹേശ്വരനും ഒന്നായി വിളങ്ങും ഈ തിരുസന്നിധിയിൽ, ഭക്തജനങ്ങൾക്കാശ്രയമേകും പുണ്യമഹാക്ഷേത്രം, ഭക്തജനങ്ങൾക്കാശ്രയമേകും പുണ്യമഹാക്ഷേത്രം, ആനിക്കാടിൻ പുണ്യമഹാക്ഷേത്രം. ഉമയും മഹേശ്വരനും ഒന്നായി വിളങ്ങും ഈ തിരുസന്നിധിയിൽ.
ആനിക്കാട്ടിലമ്മേ കാണും ഞാൻ. കിനാവിൻ നോവുമായിളം പൂമൊട്ടുകൾ വിടരും വർണ്ണതലമായി നിറമാർന്നൊരോർമ്മകളെല്ലാം ഒരു കണ്ണീർ തുള്ളി പോലെ ഞാനറിയാതടർന്നു പോയി. വരുവാനില്ലിനി ഈ ദുഃഖജന്മമെന്നറിയാമതെന്നാലും അറിയാതെൻ മിഴികളിൽ ഈറനണിയും നേരം. വരുവാനില്ലിനി ഈ ദുഃഖജന്മമെന്നറിയാമതെന്നാലും അറിയാതെൻ മിഴികളിൽ ഈറനണിയും നേരം. തിരുക്കാവിൽ നിന്നെങ്ങോ നിനയാത്ത നേരത്തോരിളം കാറ്റായി വന്നെന്നെ തഴുകി നീ അകന്നു പോയല്ലോ. തിരുക്കാവിൽ നിന്നെങ്ങോ നിനയാത്ത നേരത്തോരിളം കാറ്റായി വന്നെന്നെ തഴുകി നീ അകന്നു പോയല്ലോ. ആനിക്കാട്ടിലമ്മേ കാണും ഞാൻ. കിനാവിൻ നോവുമായിളം പൂമൊട്ടുകൾ വിടരും വർണ്ണതലമായി നിറമാർന്നൊരോർമ്മകളെല്ലാം ഒരു കണ്ണീർ തുള്ളി പോലെ ഞാനറിയാതടർന്നു പോയി. പ്രിയമുള്ള വരമെന്നിൽ വന്നണയുമെന്നറിയാമതെന്നാലും അറിയാതൊരു നാൾ നിൻ വഴിവാതിൽ ഞാൻ അണയും നേരം. പ്രിയമുള്ള വരമെന്നിൽ വന്നണയുമെന്നറിയാമതെന്നാലും അറിയാതൊരു നാൾ നിൻ വഴിവാതിൽ ഞാൻ അണയും നേരം. തിരുമുൻപിൽ നിന്നെങ്ങോ മകനേ എന്ന ശരീരി ഞാൻ കേട്ട പോലെ വെറുതെ ഞാൻ മോഹിച്ചു പോയി. തിരുമുൻപിൽ നിന്നെങ്ങോ മകനേ എന്ന ശരീരി ഞാൻ കേട്ട പോലെ വെറുതെ ഞാൻ മോഹിച്ചു പോയി. ആനിക്കാട്ടിലമ്മേ കാണും ഞാൻ. കിനാവിൻ നോവുമായിളം പൂമൊട്ടുകൾ വിടരും വർണ്ണതലമായി നിറമാർന്നൊരോർമ്മകളെല്ലാം ഒരു കണ്ണീർ തുള്ളി പോലെ ഞാനറിയാതടർന്നു പോയി. അമ്മേ ആനിക്കാട്ടിലമ്മേ സംപൂജ്യരായ ഗുരുജനങ്ങളെ, മഹാദേവന്റെയും മഹാദേവിയുടെയും ക്ഷേത്ര സന്നിധിയിൽ പരിപാവനമായ ഈ സന്നിധിയിൽ ഇന്നേ ദിവസം അമ്മയുടെ പിറന്നാൾ ദിനമായ പൂരം നാളിൽ നടത്തപ്പെടുന്ന പൊങ്കാല മഹോത്സവത്തിൻ്റെ ഉദ്ഘാടന കർമ്മവും അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ചുറ്റമ്പല സമുച്ചയത്തിൻ്റെ ഉദ്ഘാടന കർമ്മവും
മഹനീയരായ പൂജനീയരായ മഹത് വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സജ്ജനങ്ങളുടെയും ഗുരുജനങ്ങളുടെയും സാന്നിധ്യത്തിൽ നടത്തപ്പെടുകയാണ്. ശ്രീചക്രാങ്കിത ബിന്ദുമധ്യനിലയ താംബരാലംകൃത ശംഖചക്ര വരാഭയം ച ദധതി ബാലേന്ദുമൗളീ ശുഭാ സിംഹസ്യോപരി സംസ്ഥിത ത്രിനയന മൂകാസുര ഛേദിനി ശ്രീകോലാപുരവാസിനി ഭഗവതി ധ്യായാമി മൂകാംബിക ധ്യായാമി മൂകാംബിക. സ്വാഗതം ആശംസിക്കുന്നതിനായി നമ്മുടെ തിരുവുത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ആർ സുരേഷ് കുമാർ അവരെ ക്ഷണിക്കുകയാണ്. സപൂജ്യരായ ഗുരുജനങ്ങളെ, മഹാദേവന്റെയും മഹാദേവിയുടെയും പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അമ്മയുടെയും ഭഗവാന്റെയും അനുഗ്രഹങ്ങൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സജ്ജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. പൊങ്കാല മഹോത്സവത്തോട് അനുബന്ധിച്ച്, ക്ഷേത്ര സമർപ്പണത്തോടനുബന്ധിച്ച് ഇന്നേ ദിവസം നമ്മുടെ ക്ഷണമനുസരിച്ച് ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ ഈ പൊങ്കാല മഹോത്സവം, അമ്മയുടെ തിരുനാളിൽ നടത്തപ്പെടുന്ന ഈ പൊങ്കാല മഹോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ പൊങ്കാലയുടെ ഭാഗമായിട്ടുള്ള ഭദ്രദീപം തെളിയിക്കുന്നതിനുമായിട്ട് നമ്മുടെ ക്ഷണമനുസരിച്ച് അമ്മയുടെയും ഭഗവാന്റെയും ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള സുപ്രസിദ്ധ ചലച്ചിത്ര താരം ദേവൻ സാറാണ്. ദേവൻ സാറിന് ഹൃദ്യമായ സ്വാഗതം എല്ലാ ഭക്തജനങ്ങളുടെയും അതുപോലെ ഭഗവാന്റെയും ഭഗവതിയുടെയും നാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്ര സമർപ്പണം, നമ്മൾ ഈ ക്ഷേത്രം പണിതുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ, അതായത് ഏകദേശം 2008 നമ്മൾ ഇതിൻ്റെ ആരംഭം കുറിക്കുന്നത്. നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ പണികളുടെ പ്രാരംഭം കുറിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ക്ഷേത്ര സമർപ്പണം സദ്ഗുരു ശ്രീ ശ്രീ രവിശങ്കർ ജിയെ കൊണ്ട് നടത്തണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മൾ 3 പ്രാവശ്യം ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ കേന്ദ്രമായ ബാംഗ്ലൂരിൽ നമ്മൾ പോയി ഗുരുജിയെ നേരിട്ട് കണ്ട് നമ്മൾ ക്ഷണമറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ തിരക്ക് മൂലമാണ്, അദ്ദേഹത്തെ പോലെ വലിയൊരാള്, അദ്ദേഹത്തിന് തിരക്ക് മൂലമാണ് അദ്ദേഹത്തിന് ഇവിടെ വരുവാൻ പറ്റാതിരുന്നത്. അദ്ദേഹത്തെ കാണുവാനും ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഈ ക്ഷേത്രം പണിതപ്പോൾ തന്നെ അങ്ങയെ കൊണ്ട് ഇതിൻ്റെ സമർപ്പണം നടത്തണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള വിവരം നേരിൽ അറിയിക്കുവാനുമായിട്ടൊക്കെ നമ്മളെ സഹായിച്ചത് ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഡോക്ടർ റെജി നായർ സാറാണ്. അദ്ദേഹവും ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തോട് തീരാത്ത കടപ്പാട്
ഈ അവസരത്തിൽ അറിയിക്കുകയും കൂടി ചെയ്യുകയാണ്. ഗുരുജി അല്ല ക്ഷേത്ര സമർപ്പണം നടത്തുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യനായ ശ്യാംജി സ്വാമി അവറുകളാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ സമർപ്പണ ഉദ്ഘാടനം നടത്തപ്പെടുന്നത്. അദ്ദേഹത്തിനും ഭഗവതിയുടെയും ഭഗവാന്റെ നാമത്തിലെയും അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന സജ്ജനങ്ങളുടെ നാമത്തിലും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. മൂന്നാമതായിട്ട് നമ്മുടെ ക്ഷണമനുസരിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത് ബദരീനാഥ് ഹിസ് ഹൈനസ് റാവൽ ശ്രീ ബദരീനാഥ് ധർമ്മഭൂമി ബ്രഹ്മശ്രീ ഈശ്വരപ്രസാദ് നമ്പൂതിരിയാണ്. അദ്ദേഹത്തെ നേരിൽ കാണുവാനും ക്ഷേത്ര സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വഴിപാടില്, ഈ കർമ്മത്തില്, സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഭദ്രദീപ പ്രകാശനം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അദ്ദേഹം വളരെ മനസ്സോടുകൂടി ഈ ക്ഷേത്രാങ്കണത്തിലെത്തുകയും അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യം അനുഗ്രഹപ്രദമാക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനും ഈ നാട്ടിലെ എല്ലാ സജ്ജനങ്ങളുടെ നാമത്തിലും അതുപോലെ തന്നെ ഭഗവതിയുടെയും ഭഗവാന്റെയും നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം അറിയിക്കുന്നു. മൂന്നാമതായിട്ട് നമ്മുടെ വേദിയിലിരിക്കുന്ന നമ്മുടെ ക്ഷേത്രം മേൽശാന്തിയാണ്. നമ്മുടെ ക്ഷേത്ര മേൽശാന്തിയെ എല്ലാവർക്കും അറിയാം. ക്ഷേത്ര മേൽശാന്തിക്ക് ഹൃദ്യമായ സ്വാഗതം. എപ്പോഴും ഭഗവാനെയും ഭഗവതിയെയും പൂജിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഭഗവാന്റെയും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പറയേണ്ട കാര്യമില്ല. ഭഗവാന്റെയും ഭഗവതിയുടെയും നാമത്തിലും അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന സജ്ജനങ്ങളുടെയും ഭക്തജനങ്ങളുടെയും നാമത്തിലും നമ്മുടെ മേൽശാന്തി ബ്രഹ്മശ്രീ നീലകണ്ഠൻ നമ്പൂതിരി അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായിട്ട് സ്വാഗതം അറിയിക്കുവാനുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, എനിക്ക് ഏറ്റവും കടപ്പാടുള്ള ഒരാളാണ് ഡോക്ടർ റെജി സാർ. അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ഷേത്ര സമർപ്പണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഗുരുജിയുമായിട്ട് സംസാരിക്കുകയും അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും ഗുരുജി എഴുതി തന്ന സമർപ്പണ സന്ദേശം അറിയിക്കുന്നതിനായിട്ടാണ് അദ്ദേഹം ഈ അമ്മയുടെ സന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ബാംഗ്ലൂരിൽ പോയി ഗുരുജിയുടെ സന്ദേശം അദ്ദേഹം എഴുതി വാങ്ങി ഈ നാടിനും ഈ ദേശത്തിനും വേണ്ടി ക്ഷേത്ര സമർപ്പണ സന്ദേശം അദ്ദേഹം ഈ വേദിയിൽ വഹിക്കുകയാണ്. ശ്രീ റിജി നായർ സാറ് അവർക്കും എല്ലാ സജ്ജനങ്ങളുടെ നാമത്തിലും ഭഗവാന്റെയും ഭഗവതിയുടെയും നാമത്തിലും ഹൃദ്യമായ സ്വാഗതം അറിയിക്കുന്നു. അടുത്തതായിട്ട് സ്വാഗതം അറിയിക്കുവാനുള്ളത്, ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പോലും ഫോണിൽ കൂടെ മാത്രം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരിക്കലും മറക്കാനാവാത്ത ഒരു വ്യക്തിയാണ് തമ്പി സാർ. അദ്ദേഹമാണ് ദേവൻ സാർ ഇവിടെ വരുന്നതിനും മറ്റുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ തമ്പി കൊടുങ്ങല്ലൂർ, ശ്രീ ദാമോദരൻ, ശ്രീമതി ലതിക ദാമോദരൻ, ശ്രീമതി നിർമ്മല പിള്ള, ഇവരൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ ഗുരുജിയുടെ ഭക്തരാണ്, ഗുരുജിയെ സേവിക്കുന്നവരാണ്, ശ്രീ ശ്രീ രവിശങ്കർജിയെ സേവിക്കുന്നവരാണ്. അപ്പം അവരെയൊക്കെ ഈ പുണ്യവേദിയിൽ കൊണ്ടുവരാനായിട്ട് നമ്മളെ സഹായിച്ചത് ശ്രീമാൻ തമ്പി സാറാണ്. അദ്ദേഹത്തിനും ഭഗവാന്റെയും ഭഗവതിയുടെയും നാമത്തിലും അതുപോലെ തന്നെ സജ്ജനങ്ങളുടെ നാമത്തിലും ഹൃദ്യമായ സ്വാഗതം അറിയിക്കുകയാണ്.
ഒരിക്കൽ കൂടെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഈ മഹത് കർമ്മത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അറിയിക്കുകയാണ്. നമ്മൾ പൊങ്കാല ഭദ്രദീപം തെളിയിക്കുന്നതിനുള്ള സമയം സമാഗതമായിരിക്കുന്നു. അധികം പ്രസംഗിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പൊങ്കാല വഴിപാട് നടത്തുന്ന സജ്ജനങ്ങൾക്ക് കൂടുതൽ പ്രയാസമുള്ളതുകൊണ്ട് 2 വാക്കുകളിൽ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ മടങ്ങാം എന്ന് കരുതുന്നു. ആശ്രിത വത്സലയും സകല ദുരിത നിവാരണിയുമായ സാക്ഷാൽ ആനിക്കാട്ടിലമ്മയുടെയും അഘോരമൂർത്തിയായ ശിവഭഗവാന്റെയും പിറന്നാൾ മഹോത്സവവും അതുപോലെ തന്നെ ചുറ്റമ്പല സമർപ്പണവും നടക്കുകയാണ്. ഈ ദേശത്തിന് പുറത്തുള്ള ഭക്തജനങ്ങൾ, ഈ ദേശത്തുള്ള സജ്ജനങ്ങൾ ഈ മഹനീയ മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ആരംഭിച്ച ഈ ക്ഷേത്ര പുനരുദ്ധാരണം ഇത്രയും നാളുകൾ കൊണ്ട് നമുക്ക് ഭംഗിയായി അത് തീർക്കുവാനായിട്ട് സാധിച്ചു. അമ്മയുടെയും ഭഗവാന്റെയും അനുഗ്രഹത്തിലുപരി ഈ നാട്ടിലും മറുനാട്ടിലുമുള്ള എല്ലാ ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇത് നമുക്ക് നടത്തുവാനായിട്ട് സാധിച്ചത്. ഇത് എടപ്പള്ളി തമ്പുരാക്കന്മാരുടെ കാലത്ത് നമുക്ക് ലഭിച്ച ക്ഷേത്രമായിരുന്നു. പ്രാചീനമായ ക്ഷേത്രം, 1000 വർഷങ്ങൾക്ക് മേൽ പഴക്കമുള്ള ക്ഷേത്രം. ഈ പഴക്കമുള്ള ക്ഷേത്രം ജീർണിതാവസ്ഥയിലായിരുന്നു. ഈ ജീർണിതാവസ്ഥയിലായിരുന്ന ഈ ക്ഷേത്രം ശില്പശാലിത ഭംഗിയോടുകൂടിയും അതുപോലെ തന്നെ തച്ചുശാസ്ത്ര വിധിപ്രകാരവും മഹനീയമായ ഭംഗിയോടും കൂടി ഇത് ചെയ്തു തീർക്കുവാനായിട്ട് സാധിച്ചത് ഈ നാട്ടിലെയും മറുനാട്ടിലെയും എല്ലാ സജ്ജനങ്ങളുടെയും ഭക്തജനങ്ങളുടെയും കരങ്ങൾ കൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് മറക്കാനാവാത്ത കാര്യമാണ്. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഇതിൽ സഹകരിച്ച എല്ലാ രീതിയിലും ഈ കരങ്ങൾ സാമ്പത്തികമായിട്ടുള്ള കരങ്ങൾ മാത്രമല്ല, എല്ലാ തരത്തിലും ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട പണികൾക്ക് ഏതൊക്കെ തരത്തിൽ സഹായിക്കാമോ, ഏത് വിധേന സഹായിക്കാമോ ആ രീതിയിലെല്ലാം നമ്മളെ സഹായിച്ച എല്ലാ സജ്ജനങ്ങളോടും ഭക്തജനങ്ങളോടും അമ്മയുടെയും ഭഗവാന്റെയും നാമത്തിൽ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ബഹുമാന്യരും ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളും ഈ നാട്ടിലെ നാട്ടുകാരും ഭക്തരും മാതാപിതാക്കളും സഹോദരന്മാരും കുട്ടികളും അടങ്ങുന്ന ഈ സദസ്സ് വളരെ ഒരു ഭാഗ്യമെന്ന് പറഞ്ഞുകൂടാ, മഹാഭാഗ്യം തന്നെയാണ് ഇന്നെനിക്ക് വന്നു ചേർന്നിരിക്കുന്നത്. ഒരു വിശേഷമായ ഒരു ചടങ്ങ്, തീരെ പ്രതീക്ഷിക്കാതെ ജയ് ഗുരുദേവ് എന്ന് 5 മിനിറ്റിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും ഉരുവിട്ടുകൊണ്ട് നടക്കുന്ന ഒരു എളിയ അംശമാണ് ഈ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ചെറിയൊരു അംശമാണ് ഞാൻ. ആ സദ്ഗുരുവിൻ്റെ ശ്രദ്ധ, ആ സദ്ഗുരുവിൻ്റെ സാന്നിധ്യം എനിക്കിവിടെ ഇന്ന് കാണാൻ കഴിയുന്നു. നിങ്ങളിൽ ഓരോരുത്തരുടെയും മുഖങ്ങളിൽ കാണുന്ന പുഞ്ചിരി ഗുരു എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. എൻ്റെ ദൗത്യം, അദ്ദേഹത്തിൻ്റെ അവതാര ദൗത്യം
ഉദ്ദേശം തന്നെ മനുഷ്യരിൽ പുഞ്ചിരി ഉണ്ടാക്കുക, സന്തോഷം പ്രദാനം ചെയ്യുക. ഇവിടെ വന്നപ്പോൾ എനിക്കത് ആ സാന്നിധ്യം നിങ്ങളുടെ പുഞ്ചിരിയിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അതിന് ആ സദ്ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ എൻ്റെ പ്രണാമം. ഇവിടെ ഞാൻ നിൽക്കുന്നത് അതിൻ്റെ ഒരു പ്രതീകം തന്നെയാണ്. എനിക്ക് എൻ്റെ ഗുരുവിൻ്റെ ഒരു അനുഗ്രഹം, ആ ശ്രദ്ധ എന്നിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇത്രയും ദൂരത്തിൽ നിന്ന് ഞാനിവിടെ എത്താനുള്ള ഒരു കാരണം അത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ മഹാനായ സദ്ഗുരുവിൻ്റെ മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ 2 വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഭക്തി എൻ്റെ അമ്മയുടെ ചെറുപ്പത്തിൽ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ അമ്മയുടെ കയ്യും പിടിച്ചിട്ടാണ് ഞാൻ അമ്പലങ്ങളിലൊക്കെ പോയിട്ടുള്ളത്. അന്ന് മുതലേ അമ്പലങ്ങളുമായിട്ടുള്ള എൻ്റെ ബന്ധം ആരംഭിക്കുന്നു. അച്ഛൻ എനിക്ക് ലോകം കാണിച്ചു തന്നു, അമ്മ ദൈവത്തെ കാണിച്ചു തന്നു, ഗുരു ദൈവത്തെ കാണിച്ചു തന്നു. വർഷങ്ങളായി ഞാൻ തേടിയിരിക്കുന്ന ഒരു ഗുരു ഞാൻ കണ്ടെത്തിയത് ഇപ്പോഴാണ്. 10 വർഷം മുമ്പ് എനിക്ക് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ എല്ലാമായ ശ്രീ രവിശങ്കർ ഗുരുജി ഒരു ആരാധനയായിരുന്നു. അദ്ദേഹത്തെ കാണാനൊരു ഭാഗ്യമുണ്ടായി. അന്നൊക്കെ എനിക്കൊരു ആരാധനയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന ശൈലി വളരെ വ്യത്യസ്തനായ ഒരു ഗുരുവായിരുന്നു ഗുരുജി. ആ വ്യത്യസ്തത എന്താണ് ആ വ്യത്യസ്തത എന്ന് എനിക്ക് അന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഉദിച്ചില്ല. എനിക്ക് അല്പം വർഷങ്ങൾ വേണ്ടി വന്നു ആ ഗുരുവിൻ്റെ മഹത്വം, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തത, സവിശേഷത എങ്ങനെ ഈ ഗുരുവിനുണ്ടായി എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത. എനിക്ക് 8 വർഷത്തോളം എനിക്ക് കാത്തിരിക്കേണ്ടി വന്നു. ഈ ആരാധന മാറി ഭക്തിയിലേക്ക് വരുന്നു. ഈ ആരാധന എന്ന ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ആരാധനയ്ക്ക് എൻ്റെ മനസ്സിലുണ്ടാവുന്നത് 2 ബ്രാഞ്ചസ് ഉണ്ട്. ഒന്ന് പ്രണയം. നമുക്കെല്ലാവർക്കും അറിയാം, പ്രണയം ആദ്യം നമ്മുടെ മനസ്സുദിക്കുന്നത് ആരാധനയിൽ നിന്നാണ്. മറ്റൊന്ന് ഈ ആരാധന മാറിയിട്ടാണ് പ്രണയം വരുന്നത്. പിന്നെ ഈ ആരാധന മാറിയിട്ടാണ് ഭക്തി വരുന്നത്. ഇത് രണ്ടും, ഈ പ്രണയവും ഈ ഭക്തിയും തമ്മിൽ ബന്ധമുണ്ട്. എല്ലാം സമർപ്പണമാണ്. അവിടെ ചോദ്യങ്ങളില്ല, ന്യായാന്യായങ്ങളില്ല. ഒരാളെ നമ്മൾ പ്രണയിക്കുന്നു, ആ പ്രണയമാണ്. അതൊരു വികാരമാണ്, ഒരു അവസ്ഥയാണ്, ഒരു മനസ്ഥിതിയാണ്. അതേപോലെ തന്നെയാണ് ഈ ഭക്തി ഈ ആരാധനയുടെ പാരമ്പര്യം അത്രയും ഒരു ഡീപ്പായിട്ടുള്ള, വളരെ ആഴത്തിലുള്ള ഒന്നാണ് ഈ ഭക്തി എന്ന് പറയുന്നത്. സമർപ്പണമാണ്, ന്യായാന്യായങ്ങൾ അന്വേഷിക്കാതെ ഉള്ള ഒരു സമർപ്പണമാണ് ഭക്തി. അത് എനിക്ക് അല്പം സമയം വേണ്ടി വന്നു. അതിനുശേഷം ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഈ ഭക്തിയുടെ, ഞാനെന്നൊരു ഭക്തനാണ്. സർവ്വതും സമർപ്പിച്ചുകൊണ്ടുള്ള ഭക്തിയാണ്. ഈശ്വരനിൽ, എൻ്റെ ഗുരുവിൽ സമർപ്പിച്ചുകൊണ്ടത്. ഇവിടെയൊക്കെ പറയാറുണ്ട്, നമുക്ക് ഈശ്വരൻ്റെ സാന്നിധ്യം കിട്ടാൻ, ഈശ്വര അനുഗ്രഹം കിട്ടാൻ ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. തീർച്ചയായിട്ടും വേണം. നമ്മുടെ പഠനത്തിൽ ആദ്യകാലങ്ങളിൽ നമുക്കൊരു മാസ്റ്റർ, ഒരു ടീച്ചറുടെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തെ കാണാൻ, എങ്ങനെ ജീവിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചു തരാൻ ഒരു ഗുരു അത്യാവശ്യമാണ്. ആ ഗുരുവിനെ നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഒരു പ്രാർത്ഥന എന്നെ കൊണ്ട് എത്തിച്ചത് എൻ്റെ ഗുരുവായ ശ്രീ രവിശങ്കർ ഗുരുജിയിലേക്കാണ്. ഇവിടെ ഇന്ന് മഹത്തായ ഒരു കർമ്മം നടക്കുകയാണ്. വലിയൊരു ക്ഷേത്രം
അതിൻ്റെ പിന്നിൽ ഇതിൻ്റെ സംഘാടകൻ പറഞ്ഞനുസരിച്ച് വളരെയധികം അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് മാത്രമല്ല ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന ഒന്നാണ്. ഇത്രയും മനോഹരമായ ഒരു ക്ഷേത്രം ഉണ്ടായിരിക്കുന്നു. അതിൽ വന്ന ഒരു പൊങ്കാല, അതും പ്രത്യേകിച്ച് ഈ ദിവസം വളരെ വിശേഷമായ ഒരു ദിവസമാണ്. ആറ്റുകാൽ പൊങ്കാല, ചോറ്റാനിക്കരയിലെ മകം തൊഴിൽ, ഇതെല്ലാം കൂടി ഒരുമിച്ച് എനിക്ക് ഒരു ക്ഷേത്രത്തിൽ വരികയും ആ ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളിൽ ഒരു ഭാഗമാകാൻ കഴിയുകയും ചെയ്തു തന്നെ എൻ്റെ ഗുരുവിൻ്റെ ശ്രദ്ധ എന്നിൽ ഉള്ളതുകൊണ്ടാണ്. ആ ശ്രദ്ധയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇവിടുത്തെ പൊങ്കാല മഹോത്സവം ആരംഭിക്കട്ടെ എന്ന് സർവേശ്വരനായ ശിവപാർവതി ആ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കർമ്മം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ജയ് ഗുരുദേവ്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. काटम्बायै विद्महे शिवकान्तायै धीमहि तन्नो पार्वती प्रचोदयात्. ॐ गजमुखाय विद्महे वक्रतुण्डाय धीमहि तन्नो विघ्न प्रचोदयात्. ॐ गजमुखाय विद्महे वक्रतुण्डाय धीमहि तन्नो विघ्न प्रचोदयात्. काटम्बायै विद्महे शिवकान्तायै धीमहि तन्नो पार्वती प्रचोदयात्. ॐ शारदायै विद्महे ब्रह्मसुतायै धीमहि तन्नो सरस्वती प्रचोदयात्. ॐ शारदायै विद्महे ब्रह्मसुतायै धीमहि तन्नो सरस्वती प्रचोदयात्. ॐ काटम्बायै विद्महे शिवकान्तायै धीमहि तन्नो पार्वती प्रचोदयात्. नारायणाय विद्महे विश्वरूपाय धीमहि तन्नो विष्णु प्रचोदयात्. ॐ नारायणाय विद्महे विश्वरूपाय धीमहि तन्नो विष्णु प्रचोदयात्. ॐ काटम्बायै विद्महे शिवकान्तायै धीमहि तन्नो पार्वती प्रचोदयात्. महालक्ष्म्यै विद्महे हरिप्रियायै धीमहि तन्नो लक्ष्मी प्रचोदयात्. ॐ महालक्ष्मी विद्महे हरिप्रियायै धीमहि तन्नो लक्ष्मी प्रचोदयात्. ॐ काटम्बायै विद्महे शिवकान्तायै धीमहि तन्नो पार्वती प्रचोदयात्. ॐ नीलकण्ठाय विद्महे महादेवाय धीमहि तन्नो शम्भु प्रचोदयात्. ॐ नीलकण्ठाय विद्महे महादेवाय धीमहि
തന്നോ ശംഭു പ്രചോദയാത്. ഓം മാണിക്കാട്ടമ്പായേ വിദ്മഹേ ശിവകാന്തായേ ധീമഹി തന്നോ പാർവതി പ്രചോദയാത്. ഓം ഗിരിജായേ വിദ്മഹേ സാമപ്രിയായേ ധീമഹി തന്നോ ദുർഗ പ്രചോദയാത്. ഓം ഗിരിജായൈ വിദ്മഹേ സാമപ്രിയായ ധീമഹി തന്നോ ദുർഗ പ്രചോദയാത്. ഓം മാണിക്കാട്ടമ്പായേ വിദ്മഹേ ശിവകാന്തായേ ധീമഹി തന്നോ പാർവതി പ്രചോദയാത്. സുബ്രഹ്മണ്യായ വിദ്മഹേ പാർവതിപുത്രായ ധീമഹി തന്നോ മുരുക പ്രചോദയാത്. ഓം സുബ്രഹ്മണ്യായ വിദ്മഹേ പാർവതിപുത്രായ ധീമഹി തന്നോ മുരുക പ്രചോദയാത്. ഓം മാണിക്കാട്ടമ്പായേ വിദ്മഹേ ശിവകാന്തായേ ധീമഹി തന്നോ പാർവതി പ്രചോദയാത്. മണികണ്ഠായ വിദ്മഹേ ഹരിഹരപുത്രായ ധീമഹി തന്നോ ധർമ്മ പ്രചോദയാത്. ഓം മണികണ്ഠായ വിദ്മഹേ ഹരിഹരപുത്രായ ധീമഹി തന്നോ ധർമ്മ പ്രചോദയാത്. ഓം മാണിക്കാട്ടമ്പായേ വിദ്മഹേ ശിവകാന്തായേ ധീമഹി തന്നോ പാർവതി പ്രചോദയാത്. നന്ദനായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാത്. ഓം ദേവകീ നന്ദനായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാത്. ഓം മാണിക്കാട്ടമ്പായേ വിദ്മഹേ ശിവകാന്തായേ ധീമഹി തന്നോ പാർവതി പ്രചോദയാത്. മാണിക്കാട്ടമ്പായേ വിദ്മഹേ ശിവകാന്തായേ ധീമഹി തന്നോ പാർവതി പ്രചോദയാത്. കൃഷ്ണവേണുവിൻ രാഗതാളം പോലെ ഹൃദയമുരളിയിൽ ഈണമാഞ്ഞാനും മാണിക്കട്ടമ്മേ നിൻ സന്ധ്യാരാഗത്തിനായി ദീപനാളങ്ങൾ മിഴി തുറക്കും നേരം
ആനിക്കാട്ടമ്മേ ആ ദിവ്യരൂപം കാണാൻ കഠിനം തപമിരുന്നടിയൻ ചാരേ വന്നു ദർശനമേകുമ്പോൾ എൻ മിഴിക്കോണിലൊരശ്രുബിന്ദു ആനിക്കാട്ടമ്മേ ആ ദിവ്യരൂപം കാണാൻ കഠിനം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി അമ്മയുടെയും ഭഗവാന്റെയും അനുഗ്രഹ ആശസ്സുകളോടുകൂടി ഈ ചുറ്റമ്പല സമുച്ചയത്തിൻ്റെ മനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ചുറ്റമ്പല സമുച്ചയത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ മുന്നോടിയായിട്ട് ഭദ്രീപദീപം തെളിയിക്കുന്നതിനായിട്ട് വിശിഷ്ട അതിഥികളെ ഈ വേദിയിലേക്ക് ക്ഷണം അറിയിക്കുന്നു. അമ്മേ നാരായണ, എല്ലാവരും ഉറക്കെ ചെവിക്കുക. അമ്മേ നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ എന്നുള്ള മന്ത്രങ്ങൾ. കൃതജ്ഞത പറയുന്നതിന് മുമ്പായിട്ട് ഇന്ന് ഈ വേദി സമ്പന്നമാക്കിയ നമ്മളെയൊക്കെ അനുഗ്രഹിച്ച വിശിഷ്ട അതിഥികൾക്ക് പൊന്നാട അണിയിക്കുകയും അതുപോലെ തന്നെ ഉപഹാര സമർപ്പണവും അതിനുവേണ്ടി ഈ വേദി പങ്കിടുകയാണ്. നമ്മുടെ ഈ വേദിയെ ധന്യമാക്കിയ നമ്മുടെ പൊങ്കാല ഉദ്ഘാടനം ചെയ്ത നല്ല വാക്കുകളിലൂടെ നമ്മളെ അനുഗ്രഹിച്ച ശ്രീ ദേവൻ സാറിന് ഉപഹാരം സമർപ്പിക്കുന്നു. മഹത്തായ ഒരു ആശംസാ സന്ദേശം വളരെ ഭക്തിപരമായ രീതിയിൽ ഈ നാടിനും നാട്ടാർക്കൊക്കെ വേണ്ടി പരമകാരുണികനായ സദ്ഗുരു ശ്രീ ശ്രീ രവിശങ്കർജിയുടെ സമർപ്പണ സന്ദേശം വളരെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നമുക്ക് നൽകിയ ഡോക്ടർ റെജി ജി നായർ സാറിന് ഉപഹാരം സമർപ്പിക്കുന്നു. നമ്മുടെ ചുറ്റമ്പല സമർപ്പണം ഉദ്ഘാടനം ചെയ്ത ഗുരുജിയുടെ പരമകാരുണികനായ
ഗുരുജിയുടെ ശിഷ്യൻ ശ്രീ ശ്യാംജി സ്വാമിക്ക് ഉപഹാരം സമർപ്പിക്കുന്നു. സമർപ്പണത്തിൻ്റെ ഭദ്രദീപം തെളിയിച്ച ബ്രഹ്മശ്രീ ഈശ്വരപ്രസാദ് നമ്പൂതിരിക്ക് ഉപഹാരം സമർപ്പിക്കും. നമ്മുടെ ശില്പചാരിത ഭംഗിയോടെ നിർമ്മിച്ച ഈ ഗോപുരത്തിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ ശില്പി ശ്രീ ഗോപന് ഉപഹാരം സമർപ്പിക്കുന്നു. നമ്മുടെ യോഗം ഇവിടെ സമാപിക്കുകയാണ്. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. അമ്മയുടെ അനുഗ്രഹവർഷിണിയായ അമ്മയുടെ ആ ആനിക്കട്ടിലമ്മയുടെ ദിവ്യ രൂപം കാണുവാൻ കഠിനം തപസ് ചെയ്യുന്നു എന്നാണ്. അപ്പം നമ്മൾ അമ്മയുടെയും ഭഗവാന്റെയും ദിവ്യ രൂപങ്ങൾ കാണുവാൻ നമുക്കൊക്കെ എത്തിച്ചേരുവാനായിട്ട് സാധിച്ചത് കഠിനം തപസ് ചെയ്തത് കൊണ്ടാണ്. ഇന്ന് പൊങ്കാല എടുക്കുന്ന എന്തിനാണ്? അമ്മയെ കാണുവാനായിട്ട് പൊങ്കാല വഴിപാടിലൂടെ ആ കഠിനമായ തപസ്സാണ് നമ്മളിവിടെ അനുഷ്ഠിക്കുന്നത്. അങ്ങനെ കഠിനമായ തപസ് അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ വേദനകളിലും നമ്മുടെ പ്രയാസങ്ങളിലും നമ്മുടെ ദുഃഖങ്ങളിലുമൊക്കെ അമ്മയും ഭഗവാനും നമ്മൾ തോളോട് തോള് ചേർന്നുണ്ടാകും. നമുക്കുണ്ടാകുന്ന ദാരിദ്ര്യ ദുഃഖങ്ങൾ, നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, ഉഴലുന്ന ജീവിതത്തിലുണ്ടാകുന്ന കാഠിന്യതകൾ നിറഞ്ഞ മുള്ളു നിറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരുന്ന ആശ്വാസം അമ്മയുടെയും ഭഗവാന്റെയും ആ ശ്രീകോവിലിൽ നിന്ന് 1000 സൂര്യചന്ദ്രന്മാർ ഉദിച്ചേരി വീഴുന്ന പോലെ വരുന്ന ആ സൂര്യപ്രകാശമാണ് നമ്മുടെയൊക്കെ സമാധാനം. നമ്മളെവിടെയൊക്കെ പോകുമ്പോഴും നമ്മളെവിടെയൊക്കെ നിൽക്കുമ്പോഴും നമ്മുടെ ജീവിതചര്യയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴും നമുക്കുണ്ടാകുന്ന വേദനകളിൽ നമ്മൾ ആശ്രയിക്കുന്നത് അമ്മയെയും അച്ഛനെയുമാണ്. നമ്മൾ മാതാപിതാ ഗുരു എന്ന് പറയുന്നത് പോലെ അമ്മയെയും അച്ഛനെയും പോലെ നമ്മളെ തലോലിക്കുന്നവരാണ് ഭഗവാനും ഭഗവതിയും. ആ ഓർമ്മ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഭഗവാന്റെയും ഭഗവതിയുടെയും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാനായിട്ട് എപ്പോഴും ഈ മണൽപ്പരപ്പിലേക്ക്, നിങ്ങളുടെ പാതാരവിന്ദങ്ങൾ ഈ മണൽപ്പരപ്പിലേക്ക് എത്തിച്ചേരുമ്പോൾ, ഈ മണൽത്തരികളിൽ നിങ്ങൾ ചവിട്ടി നിൽക്കുമ്പോൾ അമ്മയുടെയും ഭഗവാന്റെയും കിരണങ്ങളാണ് ആ കാലുകളിലൂടെ നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നത് എന്നുള്ള ആ ഉത്തമ വിശ്വാസത്തോടു കൂടി ഭഗവാന്റെയും ഭഗവതിയുടെയും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാനായിട്ട് എപ്പോഴും ഈ സങ്കേതത്തിലേക്ക്, ഈ പരമകാരുണികയായ അമ്മയുടെയും ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരണമെന്ന് ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. ഈ യോഗം ഇവിടെ സമാപിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വേദി പങ്കിട്ട, ഒരിക്കൽ കൂടെ എല്ലാവരുടെയും പേര് വിളിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, എല്ലാവരോടും കടപ്പാടുകൾ അറിയിക്കുന്നു. ഈ വേദി ഇത്രയും ധന്യമാക്കിയ ഇന്നത്തെ ദിവസം അമ്മയുടെ പിറന്നാൾ ദിനമാണ്. ഇത്രയും സന്തോഷമായ ഒരു ദിനം നമുക്കില്ല. ഒരു വർഷത്തിൽ നമ്മൾ ആഘോഷിക്കുന്ന ദിനമാണ് അമ്മയുടെ പിറന്നാൾ ദിനം. ഈ പിറന്നാൾ ദിനത്തിൽ ആ പിറന്നാൾ സദ്യയായിട്ട് നമുക്ക് ഈ ചിറ്റമ്പല സമർപ്പണത്തിനെ നമുക്ക് കാണാം. അങ്ങനെ ഈ പിറന്നാൾ സദ്യ നമുക്ക് നൽകിയ ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾക്ക് എല്ലാവർക്കും നന്ദിയും കൃതജ്ഞതയും നിങ്ങളുടെ നാമത്തിലും അമ്മയുടെ നാമത്തിലും ഞാൻ സാദരം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വേദി പങ്കിട്ട ധന്യരായ നിങ്ങളാണ്, ഈ നിൽക്കുന്ന സജ്ജനങ്ങളാണ്, ഈ ദേശത്തിനും അകത്തും പുറത്തുമുള്ള സജ്ജനങ്ങളാണ്, ഭക്തജനങ്ങളാണ് ഈ അമ്മയുടെയും ഭഗവാന്റെയും നട്ടല്. ആ സജ്ജനങ്ങൾക്ക്, ഇതിൽ സഹകരിച്ച ഓരോരുത്തർക്കും
ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമിക്കണം എന്നറിയിച്ചുകൊണ്ടും എല്ലാവർക്കും നന്ദിയും കൃതജ്ഞയും അറിയിച്ചുകൊണ്ട് ഈ യോഗം ഇവിടെ അമ്മയുടെയും ഭഗവാന്റെയും പദാരവിന്ദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈ യോഗം സമാപിച്ചതായിട്ട് അറിയിച്ചുകൊള്ളുന്നു. അമ്മേ ശരണം. വിശാലാക്ഷി അന്നപൂർണ